പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നുള്ളതാണ്. ഈ വിധി പകർപ്പിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിരിക്കുന്നു. ഗ്രീഷ്മയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. ഷാരോണിനെ വീട്ടിലെത്തിക്കാൻ ഗ്രീഷ്മ ബുദ്ധിപരമായി നീക്കം നടത്തി. സ്നേഹം നിറഞ്ഞ വാക്കുകളിൽ ഗ്രീഷ്മ വിഷമൊളിപ്പിച്ചു. ഗ്രീഷ്മയ്ക്ക് വിനയായത് ഫോൺ റെക്കോർഡുകളാണ് എന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. വിധി പകർപ്പ് 24-ന് ലഭിച്ചു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ബ്രില്യൻ്റ് ആൻഡ് ബ്രൂട്ടൽ എന്നൊരു വാക്ക് നേരത്തെ തന്നെ നമ്മൾ നേരത്തെ ഷഫീദൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പറഞ്ഞതാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഈ വിധി പകർപ്പിൽ പറഞ്ഞിട്ടുള്ളത്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇക്കാര്യത്തിൽ പ്രതിഭാഗം നേരത്തെ ഈ ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ചിറകരിയുന്ന ഒരു തീരുമാനം, ഒരു വിധിയായിരുന്നു ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നുള്ളത്. ഇതിൽ ഈ വിധിന്യായ പകർപ്പിൻ്റെ കുറച്ച് ഭാഗം വായിക്കുന്നതിനപ്പുറത്തേക്ക് ഈ വിധിന്യായത്തിൻ്റെ 368 പേജുള്ള വിധിന്യായത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ ഗ്രീഷ്മയെ ഏതെങ്കിലും തരത്തിൽ കൃത്യം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒന്നും തന്നെ, അതായത് 48 സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു ഈ കേസിൻ്റെ പില്ലർ. ആ പില്ലറായ സാഹചര്യ തെളിവുകൾ വരുന്നൊരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിൽ ഗ്രീഷ്മ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അംശം പോലും ഇതിനകത്തില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ വിധിന്യായത്തിൽ. അതിൻ്റെ പൂർണ്ണ പകർപ്പ് വായിക്കുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഇതിൽ പറയുന്നത് സംഭവ ദിവസം ഷാരോണിനെ വീട്ടിലെത്തിക്കാൻ ഗ്രീഷ്മ ശക്തമായി ശ്രമിച്ചു. ഷാരോണിനെ ബുദ്ധിപരമായി വീട്ടിലെത്തിക്കാൻ നീക്കം നടത്തിയതിന് തെളിവുണ്ട്. മാത്രമല്ല, ഈ വിധിപ്പകർപ്പിൽ ഈ ജഡ്ജി പറയുന്ന ഒരു വാക്കുണ്ട്, സ്നേഹം പുരട്ടിയ വാക്കുകൾ ഇതിനായി ഉപയോഗിച്ചു. എന്നാൽ വാക്കുകളിൽ ഗ്രീഷ്മ വിഷം ഒളിപ്പിച്ചിരുന്നുവെന്നും വിധിന്യായത്തിൽ പറയുന്നു. ഇന്ന് രണ്ടാമത്തെ കാര്യം, ഗ്രീഷ്മയ്ക്ക് വിനയായത് ഗ്രീഷ്മയുടെ തന്നെ ഫോൺ റെക്കോർഡുകളാണ് എന്നുള്ള കാര്യം കൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഷാരോണിന് കഷായം നൽകിയിരുന്നു. ഷാരോൺ പച്ച നിറത്തിൽ ഛർദ്ദിച്ചു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് കഷായം വാങ്ങിയത്. ഈ ഫോൺ റെക്കോർഡിൽ, അതായത് ഷാരോണിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടൊക്കെ നടത്തിയ ഫോൺ റെക്കോർഡിൽ പലപ്പോഴായി ഗ്രീഷ്മ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ അത് സാഹചര്യ തെളിവുകളുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണെന്നും ഗ്രീഷ്മയുടെ ഈ സംഭാഷണ തെളിവുകൾ സാഹചര്യ തെളിവുകൾക്ക് കരുത്തു പകരുന്നു എന്നുള്ള കാര്യം കൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. മൂന്നാമത് ഡിജിറ്റൽ എവിഡൻസ് ആണ്. അതായത് ഇക്കാലത്ത് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ കേരള പോലീസ് നൂതന സാങ്കേതിക വിദ്യയിൽ ഊന്നി നടത്തിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളതായിരുന്നു കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം. പക്ഷേ ഈ വിധിപ്പകർപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോൾ ആ ഡിജിറ്റൽ എവിഡൻസ് പോലീസ് കാര്യക്ഷമമായി ഉപയോഗിച്ചുവെന്നും അതിൽ ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഏതാണ്ട് 200-ലധികം തവണ, ഒരേ ദിവസം തന്നെ 200-ലധികം തവണ പാരസെറ്റാമോളിനെ കുറിച്ച് മാത്രം വെബ് സെർച്ച് ചെയ്തു. പനിയായ ഒരാൾ പാരസെറ്റാമോൾ ഗുളികയെക്കുറിച്ച് വെബ് സെർച്ച് എന്തിനാണ് 200-ലധികം തവണ വെബ് സെർച്ച് ചെയ്യുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ക്രോസ് കൗണ്ടറായി കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ മറ്റ് പാരക്യൂറ്റിൻ്റെ അടക്കം വെബ് സെർച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ കൂടി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അനുജ, ഇപ്പോൾ ഇതിൽ പോലീസിന് അഭിനന്ദനം കോടതി നേരത്തെ തന്നെ പറഞ്ഞതാണ്. ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. അതിൽ ഇത്തരം സാഹചര്യ തെളിവുകൾ വെച്ചുകൊണ്ട് ഈ ഫോൺ റെക്കോർഡുകളടക്കം പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അതിൽ ഈ ഫോൺ റെക്കോർഡുകളൊക്കെ വിനയായി മാറിയിട്ടുണ്ട് എന്നതും ഈ വിധി പകർപ്പിലുണ്ട് എന്നതാണ്.